വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്ന് നമ്മൾ ലണ്ടൻ സൂ കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങളത് ഗ്രേസ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ലണ്ടൻ സൂ എക്സ്പ്ലോർ ചെയ്യാം. We are now approaching Limehouse. Change here for Docklands Life. അപ്പോൾ നമ്മൾ ലണ്ടൻ സൂവിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. സോ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടുപേർക്കും കൂടി 78 പൗണ്ടാണ് സൂവിൽ കയറാനുള്ള ഫീസ് അവരെടുത്തത്. ഈ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് കുറേ ഏരിയ ഉണ്ട്. സോ നമ്മൾ നടന്ന് പോകണം. പതുക്കെ നമുക്ക് ഓരോന്ന് നോക്കി ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ ആദ്യം നമ്മൾ ബേഡിൻ്റെ കുറച്ച് സംഭവങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. റെഡ് കൊക്ക് കൊക്കാണോ എന്തിട്ടാണോ റെഡ് കളറാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ചായം പൂച്ചേക്കണതാണോ? ഓക്കെ മേലേക്ക് അതേ കുറേ കിളികൾ ഇരിപ്പുണ്ട് കേട്ടോ. അത് വലിയ സൈസുള്ള സംഭവങ്ങളാണല്ലോ. നേരത്തെ കണ്ട റെഡ് ബേഡിൻ്റെ പേര്, അതെന്തൊക്കെയാണ് ഈറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ ജീവിക്കണേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രാവുകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അടക്കം അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നെയിം, അത് കഴിക്കുന്ന ഫുഡുകൾ എല്ലാം. നമ്മൾ നേരത്തെ കണ്ട റെഡ് കൊക്കാണോ എന്താണോ ആ സംഭവം ഈ മരത്തിൽ നിറച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. നല്ല റെഡ് കളറായിട്ട് ഇതെങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കണം അവന്മാർ. നമ്മൾ ഗോറില്ല കിങ്ഡം കാണാൻ പോവാണ്. ഇവിടെ കുറച്ച് കുരങ്ങന്മാരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ ചില്ലുകൂട്ടിൽ ഒരുത്തന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഞെളിഞ്ഞിരിപ്പുണ്ട്. ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൊറില്ലക്കുട്ടന്മാര് നല്ല രസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. എന്തെന്നാണോ പുള്ളി അവിടെ നിന്ന് കഴിക്കുന്നത്. ഈ മറ്റേ ഇതെടുത്ത് ഗൊറില്ലാസിൻ്റെ നെയിമും പിന്നെ അവരെന്നെ ജനിച്ച് അവരുടെ ഫാദറിൻ്റെ നെയിം എന്താണ് കംപ്ലീറ്റ് വിവരങ്ങൾ എഴുതി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഇത്രയും ഗൊറില്ലാസാണ് ഉള്ളത്. ഇപ്പോൾ ജനിച്ചവരുടെ പോലും അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 17 ജനുവരി 8 ഫെബ്രുവരിയിലൊക്കെ ജനിച്ചത്. 2024 റീസെൻ്റ് വന്നിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കഫേ, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു ടെറസ് റെസ്റ്റോറൻ്റ് ആണ്. കാരണം മേലേക്ക് ആൾക്കാർ ഇരുന്ന് കഴിക്കണുണ്ട്. അപ്പോൾ ഇതൊരു ടെറസ് റെസ്റ്റോറൻ്റ് ആണ്.
പിന്നെ നമുക്ക് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ എന്തെങ്കിലും കോഫി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഇവിടെ. ഷോപ്സ് കാര്യങ്ങളുണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. കൂടുതൽ ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല പിള്ളേരാണ് കേട്ടോ ഇവിടെ വന്നേക്കുന്നത്. സോ പിന്നെ പിള്ളേരുടെ ആണല്ലോ, പിള്ളേർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അവരിതെല്ലാം എൻജോയ് ചെയ്തൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ. സോ ബീച്ചിലേക്ക് പോവാം. ഇതിപ്പോ എങ്ങനെ മഞ്ഞില്ലാത്ത സ്ഥലത്ത് നിൽക്കോ ഈ മണലില്? എങ്ങനെ മഞ്ഞില്ലാതെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. കണ്ട കുഞ്ഞു കുഞ്ഞു വീടുകൾ. അപ്പുറത്തുണ്ട് പെൻഗ്വിൻസ്. നല്ല തണുത്ത സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറുത് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഈ പെൻഗ്വിൻ ചൂട് ഭയങ്കരമായിട്ട് വരുമ്പോൾ ഇവർ ഇവിടെ വന്ന് നീന്തി കുളിക്കും, സ്വിം ചെയ്യും. അപ്പോൾ അത് ഓക്കെയാണ്, നമുക്ക് ഈ ക്ലൈമറ്റിലും ജീവിക്കാൻ പറ്റും. കാണിച്ചട്ടെ വമ്പും ബേർഡ്സിനൊക്കെ മോമൻസ്. കൊക്കൊക്കെ കണ്ടോ? Mira como una cosa de hasta la hueva. Mira, la plena. പഴയ ഓട്ടോറിക്ഷ ഒരു നല്ല സെറ്റപ്പായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ. ഇവിടെ ഇവർ ചെറിയ നമ്മുടെ ഇന്ത്യനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഇതൊരു ഗുജറാത്തി പഞ്ചാബി സ്റ്റൈലാണ്. പഴയ കയ്യിലുള്ള ഒരു പഴയ ബാർബർ ഷോപ്പ്. ഭയങ്കര പഴയ ബാർബർ ഷോപ്പ്. ഇതൊരു ചെറിയ കൺസ്ട്രക്ഷൻ പോലെ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു ശിവന്റെ ഫോട്ടോ ഉണ്ട്, സ്റ്റാച്ചു. മാല കമ്മൽ കാളച്ചേട്ട്. ഫ്രൂട്ട്സ്, പണ്ടത്തെ കട്ടികൾ, പണ്ടത്തെ പൈസ 10 രൂപ. നമ്മുടെ നാട്ടിലെ 10 രൂപ 100 രൂപ. ചെറിയ ചെറിയ അക്വേറിയം, ഫിഷിനൊക്കെ കാണാൻ കാരണം.
Giant stick insect. Stick insect. തേരട്ടേനൊക്കെ അത് കാഴ്ചയ്ക്ക് വെച്ചേക്കാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഇഷ്ടംമാതിരി കിടക്കുന്ന തേരട്ടകളാണ്. അത് ഇങ്ങനെ കാഴ്ചയ്ക്ക് വെച്ചേക്കുന്നത്. വലിയ വണ്ട്, അതിൻ്റെയൊക്കെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, നമ്മുടെ പച്ചപ്പുളിച്ചാളിയാണെന്ന് തോന്നുന്നത്. അതിനെ കാണാനില്ല, അതിൻ്റെ ഉള്ളിലെന്തോ പോയി കിടപ്പുണ്ട്. ഫുള്ളും മറ്റേ നമ്മുടെ സ്നെയിൽ പോലത്തെ സംഭവങ്ങളുടെ ഒരു ഏരിയ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പുൽച്ചാടി, വണ്ട്, തേള്, ഇങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും. ഇതിനകത്തൊരു ഞണ്ട് പോലത്തെ എന്തൊരു സംഭവം കിടപ്പുണ്ട്. പിള്ളേർക്കൊക്കെ പെയിൻറ്റിങ് മത്സരം, പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിള്ളേർ വെക്കേഷനാണ്. അവരൊന്ന് എൻകറേജ് ചെയ്യാനൊക്കെ ആയിട്ട് പല പല ഇവിടെ നടക്കുന്നുണ്ടാവും. We've got a few options because if you're not here. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കിടന്നു. കൂടെയൊക്കെ പോയ ഒട്ടകങ്ങളാണ്, ഭംഗിയില്ലാത്ത ഒട്ടകങ്ങൾ. സുഖമായിട്ട് തന്നെയല്ല തിന്നാണ്. അതിന് കളിക്കാനൊരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തേക്കും. ഇവിടെ എമ്മൂനെയും നമ്മുടെ കങ്കാരുവിനെയും കാണാൻ പറ്റും. എമ്മൂദേ അവിടെ കിടക്കുന്നുണ്ട്, വിശ്രമിക്കുകയാണ്. ഇവിടെ സൂയിൽ വന്നാലുള്ള ഒരു പ്രത്യേകത, ഇവിടെ കുറേ സ്പേഷ്യസ് സ്ഥലങ്ങളിങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ പറ്റും. അത് നമ്മൾ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കഴിക്കാനും പറ്റും. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടാണ് എല്ലാവരും അകത്തേക്ക് കയറണത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ നല്ല സൗകര്യമായിട്ടിരുന്ന് കഴിക്കാം.
കങ്കാരുക്കുട്ടന്മാരും റെസ്റ്റിലാണ്. എല്ലാവരും ഇപ്പോൾ റെസ്റ്റിലാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് വിശ്രമിക്കുന്ന ടൈമാണ്. എല്ലാവരും കിടക്കാണ് അവിടെ. ഒരാളവിടെ എനിക്ക് നിൽക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കുണ്ട് ഇതുവരെ കാണാത്തൊരു അനിമല് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതിന് വൈറ്റ് കളറൊക്കെ അപ്പുറത്ത് നിൽക്കുന്നു. ബ്ലാക്ക് കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കളിച്ച് നടക്കണ്ട അവിടെ. വേറെ എന്തോ വെറൈറ്റി പന്നിക്കുട്ടന്മാരാണ്. പന്നി എന്നിട്ടാണ് മാംഗലിറ്റ്സ പിഗ്. എന്താണെന്നൊന്നും അറിയില്ല. പുതിയ വെറൈറ്റി പന്നിക്കുട്ടന്മാരൊക്കെയാണ് അതൊക്കെ. പിള്ളേർക്കൊക്കെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഇത് ആടാണെന്ന് തോന്നുന്നു. ആടിൻ്റെ എന്തോ വർഗത്തിൽപ്പെട്ട സംഭവങ്ങൾ. അതിനൊക്കെ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻസൊക്കെ ഇവർ അനുവദിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ഒരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്ക് നോക്കിയപ്പോഴാണ് പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ കളിച്ചിടക്കാം. വേറെ എന്താ നോക്കട്ടെ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇത് മറ്റേ നമ്മുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ സംഭവമല്ലേ? ചെറുതാണല്ലോ ആള്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈസ് ഇവിടെ ഉള്ള ബട്ടർഫ്ലൈസിൻ്റെ പേരുകളടക്കം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ പറന്ന് നടക്കുന്നുണ്ട് ഇവിടെ. Try not to touch me. ഷോപ്പ് ഉണ്ട്, നമുക്ക് കയറി നോക്കാം. എന്തോ കുറേ മൃഗങ്ങളുടെ സംഭവങ്ങൾ, സ്റ്റാച്ചു, ടോയ്സ് ഒക്കെ ഉണ്ട്. നോക്കാം. They just want
പെണ്ണാണ് പെൻസ്. ഒരു വെറൈറ്റി പണിക്കിട്ടുന്നുണ്ടായിരുന്നു. മേടിക്കണോ? നമ്മൾ സ്റ്റാർബക്സിൽ നിന്ന് പിന്നെ കോഫി കുടിച്ചിട്ട് നേരെ ഈസ്റ്റാമിലേക്ക് പോയി. ഈസ്റ്റാമിൽ നിന്നാണ് നമ്മൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്തായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളത് നേരെ ഒരു പൊതിച്ചോറും പിന്നെ ഒരു ബീഫ് കിരി ബിരിയാണിയും പറഞ്ഞായിരുന്നു. അത് ബീഫ് കിരി ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ കിരി ബിരിയാണി ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പൊതിച്ചോറ് വന്നു. പൊതിച്ചോറ് അൺബോക്സിങ്ങിലേക്ക് കിടന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. വളരെ ടയേർഡായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു ഫുൾ ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.